നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. Okay. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ഹാർട്ട്ഫുൾ സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്തിലെ 3-ാം അധ്യായത്തിലെ 7-ാം ഖണ്ഡമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകം അഥ യദ്വിതീയമമൃതം തദ്രുദ്ര ഉപജീവന്തിന്ദ്രേണ മുഖേന ന വൈ ദേവാ അനന്തിന പിബന്തേതദ്ദവാം ദേവാമൃതം ദൃഷ്ട്വാ തുഷ്യന്തി. രുദ്രന്മാർ 2-ാമത്തെ അമൃതത്തിൽ, അതായത് യജുർവേദം, ഇന്ദ്രൻ അവരുടെ വായയായി പ്രവർത്തിക്കുകയും ശരിക്കും ദേവന്മാർ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല. ആ അമൃതം കാണുന്നതിൽ നിന്ന് തന്നെ സംതൃപ്തരാകുന്നു. 2-ാമത്തെ ശ്ലോകം ത ഏതദേവ രൂപം അഭിസംവിശന്ത്യേത ഏതസ്മാദൃപാദുദ്യന്തി. അവ ആ വെള്ള രൂപത്തിൽ പ്രവേശിക്കുകയും ആ രൂപത്തിൽ നിന്ന് പുറത്തു വരുന്നു. 3-ാമത്തെ ശ്ലോകം സ യ ഏതദേവാം അമൃതം വേദ രുദ്രാണാമേവൈക ഭൂത്വേന്ദ്രേണൈവ മുഖേനൈതേതദേവാമൃതം ദൃഷ്ട്വാ തുഷ്യസി സ ഏതദേവ രൂപം അഭിസംവിശത്യേതസ്മാദുപാദുദേതി. ആ അമൃതം രുദ്രന്മാരുമായി ഒന്നാകുന്നു എന്ന് അറിയുന്നവൻ ഇന്ദ്രൻ അവന്റെ വായയായി ആ അമൃതം ദർശിക്കുന്നതിലൂടെ മാത്രം സംതൃപ്തപ്പെടുന്നു. അവൻ ആ രൂപത്തിൽ പ്രവേശിക്കുകയും ആ രൂപത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു. 4-ാമത്തത് സ യാവദാദിത്യ പുസ്താദുദേത പശ്ചാദസ്തമേത ദുസ്താവദക്ഷിണത ഉദേതോത്തരോത്തരദോസ്തമേത രുദ്രാണാമേതാവത ആധിപത്യമസ്ത്വാരാജ്യ പര്യേത.
സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന കാലം വരെ അതിൽ ഇരട്ടി തവണ തെക്കുദിച്ച് വടക്ക് അസ്തമിക്കുകയും ചെയ്യുന്നു. അത്രയും കാലം അവൻ രുദ്രന്മാരുടെ മുകളിൽ പൂർണ്ണമായ ആധിപത്യം നേടുകയും ചെയ്യുന്നു. ഇവിടെ പല പദങ്ങളും നമുക്ക് കേൾക്കാം. രുദ്രൻ, ആദിത്യൻ, ഇന്ദ്രൻ. ലാലാജി മഹാരാജ്, സഹജമാർഗത്തിൽ ആദി ഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജ് നിരന്തര സത്യത്തില് ഋഷിമാർ എന്നുള്ള പദം മന്ത്രദ്രഷ്ട എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ അറിയുന്നവൻ, അതിന്റെ നിയന്ത്രണം നടത്തുന്നവൻ, മന്ത്രദ്രഷ്ട. ശരിക്കും ദർശിക്കുകയാണ്, പഠിച്ച് മനസ്സിലാക്കുക. അവരിലൂടെയാണത് ആ പ്രിൻസിപ്പിൾ പ്രവർത്തിക്കുക. അവർ ആ പ്രിൻസിപ്പിൾ ആണ് എന്ന് പറയും. സത്യം എന്നുള്ളൊരു പ്രിൻസിപ്പിൾ, ഒരാള് അതിന്റെ പ്രിൻസിപ്പിൾ, അത് ഉദാഹരണം പറയാണ്. ആ പ്രിൻസിപ്പിൾസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പല തരത്തിലുള്ള ഐഡിയാസിലൂടെയും ചിന്തകളിലൂടെയും അതിനുശേഷം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാമാണ്. അപ്പൊ നമ്മളൊരു പ്രിൻസിപ്പിളെ മനസ്സിലാക്കുന്നത് ആ പ്രിൻസിപ്പിൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനിലൂടെയാണ്. അപ്പൊ ആ മനുഷ്യനിൽ ഈ പ്രിൻസിപ്പിള് പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയ തലത്തില്, പിന്നെ മനസ്സിന്റെ തലത്തില്, അതിന്റെ മുകളില് ബുദ്ധിയുടെ തലത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു ഹൈറാർക്കി ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ഹൈറാർക്കി എന്നുള്ള തലത്തിൽ മനസ്സിലാക്കണം. പ്രപഞ്ചത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹൈറാർക്കി, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത്. യഥാ പിണ്ടേ തഥാ ബ്രഹ്മാണ്ടേ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണോ പിണ്ടത്തിൽ, ശരീരത്തിൽ, അത് തന്നെയാണ് ബ്രഹ്മാണ്ടത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഉള്ളിലുള്ള ഈ ഹൈറാർക്കിയാണ് ഇവിടെ രുദ്രന്മാർ, ആദിത്യന്മാർ, ഋഷിമാർ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി പെട്ടെന്ന് ക്ലിയർ ആവും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനി നോക്കുകയാണെങ്കിൽ, അതില് വർക്കേഴ്സ് ഉണ്ട്, പ്രവർത്തികൾ നിർവഹിക്കുന്ന വർക്കേഴ്സ്. അതിന് മുകളിൽ അവരെ റെഗുലേറ്റ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ട്. വർക്കേഴ്സ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആദ്യം ഇൻസ്ട്രുമെന്റ്സ്, വർക്കർ, സൂപ്പർവൈസർ, മാനേജർ, ജനറൽ മാനേജർ, ഓണർ, ഇങ്ങനെ പോകുന്നു. കുറെ ഗ്രഡേഷൻ ഉണ്ട്. അത് കമ്പനി വലുതാവും തോറും നമ്പർ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തില് ഈ തരത്തിലൊരു ഹൈറാർക്കി നമുക്ക് വിഭാവന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിലുള്ള ഹൈറാർക്കി തന്നെ. നമ്മുടെ ശരീരം ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. കയ്യ്, കാല്, ഇന്ദ്രിയങ്ങള്, പിന്നെ ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന അതിന്റെ സെൻസസ്, ആ സെൻസസിനെ പ്രവർത്തിക്കുന്ന മനസ്സ്. കഠോപനിഷത്തില് രഥകൽപ്പനയുണ്ട്. ശരീരത്തെ രഥമായി കരുതണം. ആത്മാവിനെ ആത്മാനം രഥനം വിദ്ധി, ശരീരം രഥമേവതു, ബുദ്ധിം തു സാരഥിം വിദ്ധി, മനഃ പ്രഗ്രഹമേവച എന്നൊരു ശ്ലോകം ഉണ്ട്. അപ്പൊ ശരീരത്തിന്റെ ഈ വർക്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന എനർജിയെ റെഗുലേറ്റ് ചെയ്യുന്ന മനസ്സ്, ഇതിന്റെ അടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ബുദ്ധി, ആ ബുദ്ധിയെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്. നമ്മുടെ അടിത്തറയിൽ കുറെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് ജീവിതത്തിൽ. ആ പ്രിൻസിപ്പിൾസ് ഇല്ലെങ്കിൽ ജീവിതം നടക്കില്ല. നമ്മുടെ പർപ്പസ് ഉണ്ട്, ജീവിതത്തിൽ പർപ്പസ് ഉണ്ട്, സ്നേഹം ഉണ്ട്. ഇതൊക്കെയാണ് അടിത്തറ. അതിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നത്. നമ്മൾ ജീവനോടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ടാണ് നമുക്ക് പല പ്രവൃത്തിയും ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഫൗണ്ടേഷൻ സ്നേഹമാണ്. അപ്പൊ അതിൽ നിന്നും ഓരോന്നോരോന്ന് വരുന്നു. ആ സ്നേഹം പല ലെവൽസിൽ മാനിഫെസ്റ്റ് ചെയ്യാണ്. അത് ഇന്ദ്രിയങ്ങളിലൂടെ വരുമ്പോൾ ഏതെങ്കിലും വസ്തുവിനോട് അട്രാക്ഷൻ ആവുന്നു. അങ്ങനെ വസ്തു ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമുക്ക് ഒരു വീട് വേണമെന്ന ആഗ്രഹം, വീട് സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ വീട് ഇൻസ്ട്രുമെന്റായി, നമ്മുടെ ഈ സന്തോഷം അനുഭവിക്കാനുള്ള ഇൻസ്ട്രുമെന്റായി മാറി. പക്ഷെ അനുഭവിക്കുന്ന ആള് ഞാനാണ്. അതിന് അൾട്ടിമേറ്റ് എഫക്റ്റ് സ്നേഹമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഗ്രഡേഷനിൽ പല ലെവൽസ്. ഇപ്പൊ ലാലാജി മഹാരാജ് മന്ത്രദ്രഷ്ട, യന്ത്രദ്രഷ്ട, തന്ത്രദ്രഷ്ട, യന്ത്രദ്രഷ്ട, ഇങ്ങനെ ക്ലാസ്സിലായിരിക്കുക. മന്ത്രദ്രഷ്ടയാണ് ഋഷിമാര്, സപ്ത ഋഷിമാരൊക്കെ ഉണ്ട്. ആകാശ മണ്ഡലത്തിനാണ് അവര്. ആ പ്രിൻസിപ്പിൾസ് ആണ്. ആ പ്രിൻസിപ്പിൾസ് ഈ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന പലതരത്തിലെ കറൻസ് ആയിട്ടുണ്ട്. എനർജി കറൻസ്. അപ്പൊ എനർജി കറൻസിന്റെ എസെൻസ് അറിയുന്നവരെ തന്ത്രദ്രഷ്ട എന്ന് പറയും. ആ കറൻസ് മാനിഫെസ്റ്റ് ചെയ്യാൻ അതിന് വേണ്ട ഇന്ദ്രിയങ്ങൾ വേണം, ഓർഗൻസ് വേണം. അപ്പൊ അതറിയുന്നവരെ യന്ത്രദ്രഷ്ട എന്ന് പറയും. അപ്പൊ യന്ത്രദ്രഷ്ടാണ് രുദ്ര, തന്ത്രദ്രഷ്ടയാണ് ആദിത്യ, മന്ത്രദ്രഷ്ടയാണ് ഋഷി. അപ്പൊ ഇതിലൂടെ അനുഭവിക്കുന്ന
പേഴ്സണാലിറ്റീസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ ഒരു കമ്പനി നടത്തുമ്പോൾ അത് അനുഭവിക്കാൻ കൺസ്യൂമേഴ്സ് വേണ്ടേ, ഈ സ്വന്തം, ഇല്ലെങ്കിൽ അത് വെറുതെ ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ അനുഭവിക്കുന്നവരെ നമ്മൾ ദേവന്മാർ, ഇന്ദ്രന്മാർ എന്നൊക്കെ പറയും. നമ്മുടെ ഉള്ളില് ഇന്ദ്രിയ സുഖം അനുഭവിക്കുന്നവർ, അതാണ് ഇവിടെ ഇന്ദ്രൻ. അത് ശരിക്കും കാണുന്നില്ല, അത് അനുഭവിക്കുന്നേ ചെയ്യുന്നു. അപ്പൊ ഈ പ്രവൃത്തി നിർവഹിക്കുന്ന ഫങ്ഷണറീസ് ഉണ്ട്. ഫങ്ഷണറീസിലൂടെ അനുഭവിക്കുന്ന അതിന്റെ പേഴ്സണാലിറ്റീസ് ഉണ്ട്. നമ്മുടെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, നമ്പേഴ്സ് കൂട്ടിക്കൊണ്ടേയിരിക്കാം. ഓരോ തത്വത്തിനും ഒരു ദേവൻ, പിന്നെ അതിന് ഉപദേവന്മാര്, ഇതൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. നമ്പേഴ്സ് കൂടി 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 വരുന്നു. അപ്പൊ ഇത് ശരിക്കും അറിയുന്നവൻ, ഇപ്പൊ ഏറ്റവും ലോവസ്റ്റ് തലത്തിൽ ഇന്ദ്രിയ തലത്തിലുള്ള യഥാർത്ഥത്തിലുള്ള അറിവ് നേടിയവൻ ഒരു യന്ത്രദ്രഷ്ടാവുന്നു എന്ന് പറയാം. യന്ത്രം നിയന്ത്രിക്കുന്നവൻ, ഈ ശരീരം എന്ന യന്ത്രത്തെ മാനേജ് ചെയ്യുന്നവൻ. അപ്പൊ ഈ ശരീരം മാനേജ് ചെയ്യുന്ന ആൾക്ക് പ്രപഞ്ചത്തിലുള്ള ഘടകങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും. പാർട്ടിക്കിൾ ലെവലിലെ മാനേജ്മെന്റ്. നമുക്കൊരു പ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു സർജറി ചെയ്യണം, അതിന് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റിലൂടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന എൻ്റെ ഉള്ള സ്കിൽസ് ഉണ്ട്. നമ്മൾ അതിന് ദേവതമാരുണ്ട്. ഇപ്പോ കാർപ്പന്റേഴ്സ്, അവർക്കൊരു ദേവതയുണ്ട്. ഗോൾഡ് സ്മിത്തിന് ഒരു ദേവതയുണ്ട്. അപ്പൊ നമ്മൾ ആ തരത്തിലാകുമ്പോൾ യന്ത്രങ്ങളെ മാനേജ് ചെയ്യുന്ന ഒരു തരത്തിൽ അതിൽ നിന്നുള്ള സുഖം അവർ അനുഭവിക്കുന്നു. പക്ഷെ ആ സുഖം അനുഭവിക്കുന്നത് മുകളിലുള്ള നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ഇതൊന്നും ഉയർന്നിട്ട് രുദ്രന്മാർ എന്ന തരത്ത് കുറച്ചും കൂടി വരുമ്പോൾ ആദിത്യന്മാരാവുന്നു. ഈ പ്രകൃതിയുടെ കറൻസ് മനസ്സിലാവുന്നു, എനർജി മാനേജ്മെന്റിലേക്ക് വരുന്നു. നമ്മൾ പ്രാണായാമം എന്നൊക്കെ പറയും. പ്രാണായാമത്തിലൂടെ എനർജി റെഗുലേഷൻസ്, നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് മാനേജ് ചെയ്യാൻ സ്കിൽസിനേക്കാളും കൂടുതൽ നമുക്ക് എനർജി തലത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ഇൻസ്ട്രുമെന്റ്സ് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ രുദ്രന്മാരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളത്. പക്ഷെ അപ്പോഴും ഇന്ദ്രിയ തലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇന്ദ്രനും ദേവതമാരും ഒക്കെ ആക്റ്റീവാണ്. ഇതിന്റെ മുകളിൽ മന്ത്രദ്രഷ്ടാവിന്റെ ഋഷി തലത്തിലാകുമ്പോൾ ശരിക്കും ആ പ്രിൻസിപ്പിൾസ്, പ്രപഞ്ചം മാനിഫെസ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് തന്നെ അറിയാം. അവർ ദേവന്മാരുടെയും മുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, ഋഷിമാർ. ഇനി അതിൻ്റെയും മുകളിലുള്ള സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, ഫങ്ഷണറീസ്, അതേക്കുറിച്ചിട്ട് നമുക്ക് ഇനിയും ഇൻട്രോസ്പെക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതൊരു നമ്മുടെ തലത്തിൽ, എൻ്റെ തലത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. ഉപനിഷത്ത് വായിക്കുമ്പോൾ നമ്മൾ ശരിക്ക് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കണക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ വായിക്കാനായിട്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ അർത്ഥങ്ങൾ റിവീൽ ചെയ്യപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.